ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അധ്യായം ചില അനുഭവങ്ങൾ ഭാഗം 3. ജഡ്ജി എം ഗോവിന്ദൻ BA BL അവർകൾ ഇങ്ങനെ ഒരു അനുഭവം പറയുകയുണ്ടായി. നെയ്യാറ്റിൻകരയിൽ നിന്ന് 6 നാഴിക തെക്ക് കിഴക്ക് പാറശാലയിൽ റോഡിൽ വച്ച് ഒരു ദിവസം ഞാൻ ഏകദേശം 70 വയസ്സുള്ള ഒരു കാഷായധാരിയെ കണ്ടു. അയാൾ തൃച്ചെന്തൂർ കടൽക്കരയാണ്ടി ദേവനെ ഭജിക്കാൻ പോകുന്ന പതിവുണ്ട്. അവിടെ പ്രതിഷ്ഠ സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ മഹാസിദ്ധനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തെ ദേവന്മാരുടെ കൂട്ടത്തിൽ ഗണിച്ചു ശിവന്റെ പുത്രനാക്കി ഷൺമുഖനുമായി ഘടിപ്പിച്ചിട്ട് 300 കൊല്ലത്തിൽ അധികമായിരിക്കുമെന്ന് തോന്നുന്നില്ല. സുബ്രഹ്മണ്യൻ എന്നതിന് നല്ല ബ്രാഹ്മണ്യൻ എന്നേ അർത്ഥമുള്ളല്ലോ. അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ കണ്ട വൃദ്ധൻ പറഞ്ഞ വിവരം പറയാം. കുറേ ദിവസം അയാൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഒരു രോഗിയായി കിടന്നിരുന്നു. സാനിറ്ററി കമ്മീഷണറായി റിട്ടയർ ചെയ്ത ഡോക്ടർ മാധവൻ പിള്ള MLC ആയിരുന്നു അന്ന് അവിടുത്തെ ഡോക്ടർ. രോഗി തൻ്റെ അമ്മയോട് അത്യന്തം വാത്സല്യമുള്ള ആളായിരുന്നു. തൻ്റെ അമ്മ മരിക്കുന്നത് തൻ്റെ മടിയിൽ കിടന്നായിരിക്കണം എന്നുള്ളത് അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഏതോ ഒരാൾ ആശുപത്രിയിൽ ചെന്ന് അയാളുടെ അമ്മയ്ക്ക് അത്യാസന്ന രോഗമാണെന്ന് പറഞ്ഞു. തനിക്ക് വാതരോഗമായിരുന്നതിനാൽ നടക്കാൻ അശേഷം കഴിയില്ല. അമ്മയെ കാണുവാനുള്ള ആഗ്രഹവും കലശൽ. നടക്കാൻ കഴിയാതിരുന്നതിനാൽ ഇഴഞ്ഞു പോകാൻ തീർച്ചയാക്കി. ഇഴഞ്ഞിഴഞ്ഞ് ബുദ്ധിമുട്ടി ആ ആശുപത്രിയുടെ ഗേറ്റ് വരെ എത്തി. അപ്പോൾ നാരായണ ഗുരുസ്വാമിയും ചില ശിഷ്യന്മാരും ബാങ്കിലെ ഒരു ക്ലർക്കും വരുന്നത് കണ്ടു. അയാൾ സ്വാമിയോട് രക്ഷിക്കണമെന്ന് നിലവിളിച്ചുകൊണ്ട് അപേക്ഷിച്ചു. സ്വാമി വിവരം ചോദിച്ചറിഞ്ഞ ശേഷം എഴുന്നേൽക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു. അടുത്തുണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും ഒരു വടി വാങ്ങി അവന് കൊടുത്തു. അത് വാങ്ങി കുത്തിപ്പിടിച്ച് അവൻ നടന്നു പോകുകയും ചെയ്തു. അതിനുശേഷം കൊല്ലം തോറും അയാൾ കടൽക്കരയാണ്ടി ദേവനെ ഭജിക്കാൻ പോകുക പതിവായിരുന്നു. സ്വാമി ഒരിക്കൽ കാഞ്ചീപുരത്ത് ഒരു ദിക്കിൽ ഗോവിന്ദാനന്ദ സ്വാമിയോടും മറ്റ് ശിഷ്യന്മാരോടും കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു ക്ഷേത്രം കണ്ടു. അതിൽ കടന്നു കാണണമെന്ന് ആഗ്രഹിച്ചു. ക്ഷേത്രത്തിൽ ആരാധന കഴിഞ്ഞ് വാതിൽ പൂട്ടി ശാന്തി പോയിരുന്നു. ശാന്തിയോട് താക്കോലോടുകൂടി വരാൻ പറയാൻ ഒരാളെ ഓടിച്ചയച്ചു. അതിനിടയ്ക്ക് സ്വാമി നേരെ ക്ഷേത്രത്തിലേക്ക് നടന്ന് വാതിൽ ഉന്തുകയും അത് തുറക്കുകയും ഉള്ളിൽ കടക്കുകയും ചെയ്തു. ശാന്തി താക്കോലും കൊണ്ടുവന്ന് വാതിൽ എങ്ങനെ തുറന്നുവെന്ന് ചോദിച്ചു വിസ്മയിച്ചു നിന്നു. പൂട്ടാൻ മറന്നുപോയിരിക്കാം എന്ന് മാത്രം സ്വാമി പറഞ്ഞു. സ്വാമികൾ അരുവിപ്പുറത്ത് വിശ്രമിക്കുന്നു. പലരും വന്ന് കണ്ട് നമസ്കരിച്ചു പോകുന്നു. കൂട്ടത്തിൽ പുലിവാതുക്കൽ വീട്ടിലെ വൃദ്ധനായ ഒരു വൈദ്യർ ചെന്ന് നമസ്കരിച്ച് സ്വാമിക്ക് ഒരു പൊന്മോതിരം കാഴ്ചവെച്ചു. നമുക്ക് മോതിരം ആവശ്യമില്ല എന്ന് പറഞ്ഞ് സ്വാമി അതെടുത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് നടന്നു. ആളുകളും പിന്നാലെ നടന്നുപോയി. അല്പം കഴിഞ്ഞ് മോതിരം കാഴ്ചവെച്ചയാൾ വന്ന് നോക്കിയപ്പോൾ മോതിരം വെച്ചിരുന്ന ദിക്കിൽ അത് കണ്ടില്ല. ചില അന്വേഷണങ്ങൾ കഴിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കുഷ്ഠരോഗിയെ സംശയിക്കുകയും അവൻ്റെ ഭാണ്ഡം അഴിപ്പിച്ചു നോക്കുകയും കാണായികയാൽ അവനെ അടിക്കുകയും ചെയ്തു. സ്വാമി മടങ്ങി വന്നപ്പോൾ ആ സാധു കരയുന്നത് കണ്ട് വിവരം ചോദിച്ചറിഞ്ഞു. നിങ്ങൾ ആ രോഗിയെ അടിച്ചുവോ? കഷ്ടം, മോതിരം നിങ്ങൾ നമുക്ക് തന്നതല്ലേ, അത് പിന്നെ ആരെടുത്താൽ നിങ്ങൾക്കെന്ത്? അതിൽ ആഗ്രഹം വെച്ചുകൊണ്ടാണോ നമുക്ക് തന്നത് എന്ന് ആ വൃദ്ധനോടും കുഷ്ഠരോഗിയെ നോക്കി, നീ വ്യസനിക്കേണ്ട, നിന്നെ അടിച്ചതോടുകൂടി നിന്റെ രോഗവും അവർ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ രോഗം
കേവലം ഭേദപ്പെട്ട നിലയിലായെന്ന് അവനെ കണ്ടിരുന്ന ചിലർ പറയുകയുണ്ടായി. നെയ്യാറ്റിൻകര KE പത്മനാഭ പണിക്കർ അവർകൾ അറിയിച്ചത്, സ്വാമികൾ ഒരിക്കൽ ഉമ്മിണിയാശാൻ എന്ന ഒരാളുമായി അരുവിപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുളത്തൂർകാരൻ ഒരാൾ അവിടെ ചെന്നു. ആ മനുഷ്യൻ ഒരു ലുബ്ധനാണെന്നും പ്രസിദ്ധമായിരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നുണ്ടോ എന്ന് സ്വാമികൾ അയാളോട് ചോദിച്ചതിന് പഠിപ്പിക്കാൻ പണമില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഇപ്പോൾ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് സ്വാമികൾ ചോദിച്ചതിന് ഒരു കാശ് പോലും ഇല്ലെന്നായിരുന്നു ലുബ്ധൻ്റെ മറുപടി. അപ്പോൾ സ്വാമി, ഇയാളുടെ കൈവശം പണമുണ്ട്, അത് ഇത്രയാണെന്ന് ആശാന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുകയില്ലെന്ന് ആശാൻ പറഞ്ഞപ്പോൾ, സൂക്ഷ്മം നാം പറയാം. ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് 7 രൂപ കൊണ്ടുവന്നു. വഴിക്ക് 2 രൂപ ചിലവായി. ഇനി മടിശീലയിൽ 5 രൂപയുണ്ട്. ഇല്ലെന്ന് പറഞ്ഞത് കളവാണ്. ആശാൻ പരിശോധിച്ചപ്പോൾ 5 രൂപ കാണുകയും സ്വാമി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ലുബ്ധൻ സമ്മതിക്കുകയും ചെയ്തു. സ്വാമിയിൽ അകൈതവമായ ഭക്തിയുള്ള ഒരു ഗൃഹസ്ഥ ശിഷ്യനും ഈ ചരിത്രം എഴുതുന്നതിൽ ഞങ്ങൾക്ക് പല സഹായങ്ങളും ചെയ്തു തന്ന ദേഹവുമായ കൊല്ലം പെരിനാട് വിളയത്ത് കൃഷ്ണനാശാൻ അവർകളുടെ ചില അനുഭവങ്ങൾ താഴെ എഴുതുന്നു. 1072 ധനുമാസം മുതൽ കുംഭം വരെ ഞാൻ അരുവിപ്പുറത്ത് സ്വാമി സന്നിധിയിൽ പാർത്തിരുന്നു. അന്നൊരു ദിവസം ചാത്തൻ്റെ ഉപദ്രവമുള്ള ഒരു സ്ത്രീയെ അവരുടെ കൂട്ടർ സ്വാമിയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. സ്വാമി, എന്താണ് ഉപദ്രവം? വന്നവർ, കല്ലേറാണ് ഉപദ്രവം. എറിയുന്ന കല്ലുകൾ ശരീരത്തിൽ വലിയ ഊക്കോടുകൂടി വന്ന് തട്ടുകയില്ല. ചില കല്ലുകൾ ശരീരത്തിൽ മുട്ടിയെന്ന് തോന്നത്തക്ക വിധത്തിൽ അടുത്തു വീഴും. ഇങ്ങനെ 2-3 നാഴിക ഇടവിട്ട് കല്ലുകൾ വീഴുന്നുണ്ട്. സ്വാമി, ഇനി കല്ലെറിയുമ്പോൾ ആവട്ടെ. ഇങ്ങനെ പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു കല്ല് ആ സ്ത്രീയുടെ തലയിൽ തട്ടി താഴെ വീണു. ആ കല്ലിന് ഉദ്ദേശം ഒരു റാത്തലിൽ കൂടുതൽ ഭാരം വരും. സ്വാമികൾ തെക്കേ കെട്ടിടത്തിൻ്റെ അരമതിലിന്മേൽ ഇരിക്കുകയാണ്. മറ്റുള്ളവരും ആ സ്ത്രീയും അടുക്കൽ മുറ്റത്ത് നിൽക്കുന്നു. കല്ല് വീഴുന്നത് സ്വാമിയും കണ്ടു. സ്വാമികൾ ഇങ്ങനെ കൽപ്പിച്ചു, ആ വീണ കല്ലിൻ്റെ വലിപ്പത്തിലുള്ള മറ്റൊരു കല്ലെടുത്ത് അതിന് ചുണ്ണാമ്പ് കൊണ്ട് ഒരു വര വരച്ച് അതിനെ ആറ്റിൻ്റെ പടിഞ്ഞാറേ കരയിലുള്ള വൻകാട്ടിൽ വീഴത്തക്ക വിധത്തിൽ ശക്തിയുള്ള ആരെങ്കിലും എറിയട്ടെ. ക്ഷേത്രത്തിലെ ഒരു പാചകക്കാരൻ ഈ കൽപ്പന അനുസരിച്ച് ചെയ്തു. സ്വാമികൾ, ചാത്തനാണ് എറിയുന്നതെങ്കിൽ ഈ ചുണ്ണാമ്പ് പുരട്ടിയ കല്ല് എറിയണം. കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്തൊരത്ഭുതം! ആ കല്ല് തന്നെ ആ സ്ത്രീയുടെ തലയിൽ തൊട്ടില്ല എന്ന നിലയിൽ വന്നു വീണു. സ്വാമി, ആ കല്ലെറിഞ്ഞല്ലോ, കൊള്ളാം. ചാത്തൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ. എന്നാൽ ഇനി എറിയരുത്. ഇത്രയും പറഞ്ഞിട്ട് ആ സ്ത്രീയെ കൊണ്ടുപോയിക്കൊള്ളുവാൻ പറഞ്ഞു. എങ്കിലും സംശയ നിവൃത്തിക്കായിട്ടും അന്ന് ക്ഷേത്രത്തിലെ ദീപാരാധന കണ്ടു തൊഴാനുമായി അവർ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിലേക്ക് ചില സംഭാവനകൾ കൊടുത്ത് അവർ മടങ്ങിപ്പോയി. ചുണ്ണാമ്പ് കൊണ്ട് അടയാളം വെച്ച ആ കല്ലിൻ്റെ പ്രയോഗം ഇല്ലായിരുന്നുവെങ്കിൽ ചാത്തൻ്റെ കല്ലേറ് സ്വയം അവസാനിച്ചതും സ്വാമി കൽപ്പിച്ചതും ഏകസമയത്തായി തീർന്നിരിക്കാം എന്ന് ഞാൻ തന്നെ സംശയിക്കാതിരിക്കില്ല. ശേഷം അടുത്ത ഭാഗത്തിൽ.